ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ബ്ലൈൻഡ് ബാഗ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് കാണിക്കുന്നത്. അപ്പം ഒരു പേപ്പറിൻ്റെ ചെറിയൊരു പോർഷൻ മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നമുക്ക് വെട്ടിയെടുത്തിട്ടുണ്ട്. ആ വെട്ടിയെടുത്ത് കുഞ്ഞ് പീസ് എടുത്തിട്ട് നമുക്ക് ഒന്ന് മടക്കിയെടുക്കണം. മടക്കിയെടുത്തിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ വരയ്ക്കാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പം അവക്കാഡോ ആണ് വരച്ചത്. ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു BTS ആക്കാമെന്ന്. BTS ഫാൻസ് ഉണ്ടല്ലോ, അപ്പം അതിന് കളർ കൊടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡോംസിൻ്റെ ബ്രഷ് പെൻസാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കുറേ കളർ യൂസ് ചെയ്യുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കളർ കൂടിയാണ്. ഞാൻ എല്ലാത്തിനും ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് അങ്ങ് സ്പ്രെഡ് ആകത്തൊന്നുമില്ല. ഞാൻ പിന്നെ അവിടെ മൊത്തം ഒന്ന് കൊടുത്തെടുത്തു. ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പം അതൊരു ഡാർക്ക് ബ്ലൂ പോലെയാണ് തോന്നുന്നത്, പക്ഷെ അതൊരു പർപ്പിൾ പോലുള്ളൊരു കളറാണ്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അപ്പുറത്തൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. 2 പീസ് കിട്ടുമല്ലോ, അങ്ങനെയാണ് വേണ്ടത്. ഇനി നമുക്ക് അതൊന്ന് വരച്ച് കളർ എടുത്തൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു രണ്ടിൻ്റെയും ഒരു വശത്താണ് ഞാൻ കളർ എടുത്തിട്ടുള്ളൂ. അപ്പുറത്തെ വശത്ത് ഫ്രീ ആണ്. അവിടെ നമുക്ക് രണ്ടും ഇങ്ങനെ യോജിപ്പിച്ച് കളർ കൊടുത്ത ഭാഗം പുറത്തോട്ടാക്കിയിട്ട് ഒന്ന് സെലോ ടാപ്പ് വെച്ചിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം. പശ വെച്ചിട്ടൊക്കെ ചെയ്യാം. ഇതിലൂടെ നല്ലത് സെലോ ടാപ്പാണ്. എൻ്റെ ചില ഭാഗം റെഡിക്കൊക്കെ ഒട്ടിയില്ല, അപ്പോൾ ഞാൻ ആ ഭാഗമൊക്കെ ഒന്ന് സെറ്റാക്കി ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മൊത്തം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഭാഗം മാത്രം നമ്മൾ ഒട്ടിക്കരുത്, അവിടെ നമുക്ക് പഞ്ഞിയും എല്ലാം നിറച്ച് സെറ്റാക്കാനുള്ളതാണ്. ഞാൻ കുറേ പഞ്ഞി എടുത്ത് നിറച്ചു, കുറേ ഇങ്ങനെ കുത്തി നിറച്ച് വെച്ചു. അപ്പോൾ അതിൻ്റെ ഷേപ്പ് മാറി, അതിൻ്റെ അവിടെയൊക്കെ പൊട്ടുമൊക്കെ ചെയ്തു. പിന്നെ പൂട്ടാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നി. BTSൻ്റെ ഷേപ്പേ മാറിപ്പോയി. പൂട്ടാൻ പറ്റില്ല എന്നൊക്കെ തോന്നിയതുകൊണ്ട് ഞാനത് വീണ്ടും ഒന്നൊരു സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ പൊട്ടിയിട്ടുണ്ട്. അപ്പം അത് ചിലപ്പം നമ്മളിങ്ങനെ ഞെക്കുമ്പം അത് പഞ്ഞിയൊക്കെ പുറത്ത് വരും. എന്നെക്കൊണ്ട് അതൊക്കെ ഒന്ന് നല്ലോണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. സെലോ ടാപ്പ് വെച്ചിട്ടാണ് കേട്ടോ. നല്ല തിളക്കുന്നുണ്ട്. ട്രാൻസ്പെറൻറ്റ് സെലോ ടാപ്പ് ആയതുകൊണ്ട്. ഇനി നമ്മൾ നേരത്തെ വെട്ടിയേണ്ട ബാക്കിയൊരു പീസ് ഉണ്ടായിരുന്നു. ആ പീസാണ് ഇതിന് നമ്മൾ പൊതിയാനെടുക്കുന്നത്. അപ്പം പശ വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നതെന്നുണ്ടെങ്കിൽ, ബിഗ് പേപ്പർ നമ്മൾ പശ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഈ പേപ്പർ കൂടെ ഒട്ടിപ്പോവും. അതിനെക്കൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ചെറിയൊരു പീസ് വെട്ടിയെടുക്കുന്നുണ്ട്. ഇനി മറ്റേ പീസിൽ നമുക്ക് ഒരു സർക്കിൾ വരയ്ക്കണം. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇതിലൊക്കെ കളർ വരച്ചിട്ട് സെറ്റാക്കണം. ഞാൻ പർപ്പിൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ നല്ല ഡാർക്ക് ബ്ലൂ ആണ്, പക്ഷെ പർപ്പിളാണ്. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ലൈൻസ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുക്കാമെന്ന്, പക്ഷെ അത് സെറ്റായിട്ടും വരുന്നില്ല, ബോറാവുന്നു. അതിനെക്കൊണ്ട് അത് വരച്ചില്ല. പിന്നെ ഞാനൊരു വാട്ടർ ബബിൾ പോലെ ഇങ്ങനെ തിളങ്ങി നിൽക്കത്തില്ലേ, അതുപോലെ വരച്ചു. അപ്പുറത്തോടെയും ഇപ്പുറത്തോടെയൊക്കെയാണ് വരയ്ക്കുന്നത്, പക്ഷെ സെറ്റായി വന്നു. ഇനി നമുക്ക് അപ്പുറത്തെ ഭാഗത്ത് കുറേ ക്വസ്റ്റ്യൻ മാർക്സ് ഇട്ട് കൊടുക്കാം. നമുക്കല്ലേ അറിയൂ എന്താ ഉണ്ടാക്കുന്നതെന്ന്. ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരെ കൊണ്ട് ഗസ് ചെയ്യിപ്പിക്കണം. എന്നിട്ട് എന്താണെന്നൊക്കെ ഇങ്ങനെ കുറേ നേരം ചോദിക്കണം. ചിലപ്പോൾ അവർക്ക് മനസ്സിലാവും, എന്നാലും നമുക്കൊരു സുഖമല്ലേ. ഞാൻ കുറേ ബ്രൗൺ വെച്ചിട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് വെച്ചിട്ട് ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു ഭാഗം എന്താണെങ്കിലും മടക്കുമ്പം ഒട്ടിയതുപോലെ ഉണ്ടാവും. ഇനി ബാക്കി 2 ഭാഗം ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ സ്ക്യൂഷി അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു ഭാഗം നമ്മൾ വീണ്ടും സെലോ ടാപ്പ് വെച്ച് ഒട്ടിക്കണം. പക്ഷേ ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല, സ്റ്റേപ്ലർ ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞാനെങ്ങനെയാണ് ഒട്ടിക്കുന്നത് വെച്ചാൽ, ഈ പേപ്പർ സെലോ ടാപ്പിൻ്റെ പകുതിയിൽ വെച്ചിട്ട് ഒട്ടിക്കുക. എന്നിട്ട് ബാക്കി സെലോ ടാപ്പിൻ്റെ പകുതി വെച്ചിട്ട് അങ്ങോട്ടും മടക്കുക. എന്നിട്ട് എഡ്ജസൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കണം. നല്ല ക്യൂട്ടായിട്ടുണ്ടാവും. അങ്ങനെ അത് മൊത്തം കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബിഗ് പേപ്പറിൽ വെച്ചിട്ട് മടക്കണം. നമുക്ക് ബ്ലൈൻഡ് ബാഗിൻ്റെ വലിപ്പം അനുസരിച്ച് പേപ്പർ വലുതാക്കുകയും ചെറുതാക്കുകയും ഒക്കെ ചെയ്യാം. വലുതാണെന്നുണ്ടെങ്കിൽ 2 A4 അടുപ്പിച്ച് വെച്ചാൽ മതി. ചെറുതാണെങ്കിൽ മടക്കിയൊക്കെ ചെയ്താൽ മതി. ഇങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ
ഈ പേപ്പറിൽ കോമൺ പോലെയാണ് ചെയ്തിട്ടുള്ളത്, ഒരു പർപ്പിൾ കളർ വെച്ചിട്ട്. ഇപ്പം BTS എല്ലാവരുടെയും കോമൺ ആയതുകൊണ്ട് ഞാൻ കോമൺ കൊടുക്കാൻ വിചാരിച്ചു. അങ്ങനെ കോമൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കോമൺ ഉണ്ട്, എപ്പിക്ക്, റെയർ, ലെജൻഡറി അതൊക്കെ ഉണ്ട്. ഞാൻ കോമണും എപ്പിക്കും റെയറും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ അതെല്ലാം എഴുതി ക്യൂട്ടാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് അത് അതിൻ്റെ ഉള്ളിൽ വെക്കാം. ഇനി അൺബോക്സ് ചെയ്യുമ്പം കാണാം. ഈ മുകളിലൂടെ ഒന്ന് സെറ്റാക്കി കൊടുത്താൽ നമ്മുടെ അത് കഴിഞ്ഞു. അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് തോന്നുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.